ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1602-ലാണ്. കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നാണ് ഡച്ചുകാർ അറിയപ്പെടുന്നത്. ഡച്ചുകാർ ഇന്ത്യയിലെ സാമൂതിരിയുമായിട്ടാണ് ആദ്യമായി കരാറുണ്ടാക്കുന്നത്. 1604-ൽ അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗനാണ് സാമൂതിരിയുമായി ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായി വ്യാപാര കുത്തക പിടിച്ചെടുക്കുന്നത് കൊല്ലം പ്രദേശമാണ്. AD 1658-ലാണ് ഡച്ച് ക്യാപ്റ്റൻ അഡ്മിറൽ വാൻ ഗൂൺസനാണ് പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലത്ത് വ്യാപാര കുത്തക കൈയടക്കിയത്. അതായത് പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്നത് 1663-ലാണ്. കൊല്ലം പിടിച്ചെടുക്കുന്നത് 1658-ൽ ആദ്യമായിട്ട്. പിന്നീട് സാമൂതിരി സ്വന്തം നാട്ടിലെ ഭരണാധികാരികൾക്കെതിരായി ഒരു വിദേശ ശക്തിയുമായി കൈകോർക്കുന്നു. അത് 1691-ലെ വെട്ടം യുദ്ധത്തിന് ഡച്ചുകാരുടെ സഹായത്തോടു കൂടിയാണ്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലുള്ള പ്രദേശമാണ് വെട്ടം. 1714-ൽ ചേറ്റുവ കോട്ടയുടെ നിർമ്മാണം ഡച്ചുകാർ തുടങ്ങി. തൃശ്ശൂർ ജില്ലയിലാണ് ചേറ്റുവ കോട്ട. ഡച്ചുകാർ പണിത ഈ കോട്ട പിന്നീട് ടിപ്പു സുൽത്താൻ്റെയും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെയൊക്കെ അധീനതയിലായി. 1714-ലാണ് ചേറ്റുവ കോട്ട. എന്നാൽ 1714 തിരിച്ചിട്ടാൽ 1741 കിട്ടും. ആ 1741 1741-ലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇന്ത്യയിൽ ഡച്ച് സാമ്രാജ്യമോഹങ്ങൾക്ക് തടസ്സമായി മാറിയത് 1729-ൽ അധികാരത്തിൽ വന്ന മാർത്താണ്ഡവർമ്മയാണ്. 1741-ലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ. അങ്ങനെ 1741-ലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ് എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനാകപ്പെട്ട ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിലെ ആധുനിക രീതിയിലുള്ള പരിശീലനം നൽകുകയും തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ അഥവാ പടത്തലവൻ ആയി തീരുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന അധികാരികളിലും ഈ ഡിലനോയ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകം ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിയിലാണ്. കന്യാകുമാരിയിലാണ് ഉദയഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഡച്ച് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ബോൾഗാട്ടി കൊട്ടാരം. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ഹോളണ്ടിന് പുറത്ത് ഡച്ചുകാർ നിർമ്മിച്ച ഏറ്റവും പഴക്കമുള്ള കൊട്ടാരം എന്ന് പറയുന്നത് ബോൾഗാട്ടി പാലസ് തന്നെയാണ്. ഇനി മട്ടാഞ്ചേരി കൊട്ടാരം പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് പണിത കൊട്ടാരമാണ്. പിന്നീട് ഡച്ചുകാർ മട്ടാഞ്ചേരി കൊട്ടാരം പുതുക്കി പണിയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഒരു മാവേലിക്കര സന്ധിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. 1753-ലാണ് മാവേലിക്കര സന്ധി. ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയില്ലെന്നും തിരുവിതാംകൂറിലെ ശത്രുക്കളുമായി സഖ്യമുണ്ടാക്കില്ല എന്നും ഡച്ചുകാർ സമ്മതിക്കുന്നതാണ് 1753-ലെ മാവേലിക്കര സന്ധി. അതായത് ഡച്ച് ശക്തിയുടെ അധപതനത്തിന് കാരണമായത് 1741-ലെ കുളച്ചൽ യുദ്ധമാണ്. അതിൽ അവർ തോറ്റു. പക്ഷേ അത് പൂർണ്ണമാക്കിയത് ഈ മാവേലിക്കര സന്ധിയിലൂടെയാണ്. 1753-ലെ